ദൈവം ഒരുക്കിയ മുഖാന്തരങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുകയാണ്. നാം സന്തോഷത്തോടെയാണ് നാം ഇവിടെ ആയിരിക്കുന്നത്. അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാണ്. വിശേഷിച്ച് നമ്മുടെ പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹവും ഭംഗിയായി നടത്താൻ ദൈവമായ കർത്താവ് സഹായിച്ചു. നമുക്ക് ഒന്നിച്ച് ഇവിടെ നമ്മൾ ആയിരിക്കാൻ കർത്താവ് ഒരുക്കിയ മുഖാന്തരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുകയാണ്. എൻ്റെ ഹൃദയത്തിലേക്ക് വന്ന ഒരു വചനം 1 തെസ്സലോനിക്കർ 1-ാം ലേഖനം 2-ാം അധ്യായം 1 വാക്യങ്ങളാണ്. അത് ചില കാര്യങ്ങൾ ഓർപ്പിച്ച് എല്ലാ കാര്യങ്ങളും പറയാൻ സമയമില്ല. ഓർപ്പിച്ചിരിക്കാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ വന്നത് വ്യർത്ഥമായില്ല എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. നിങ്ങൾ അറിയും പോലെ ഞങ്ങൾ ഫിലിപ്പിയിൽ വെച്ച് കഷ്ടവും അപമാനവും അനുഭവിച്ചിട്ട് വലിയ പോരാട്ടത്തോടെ ദൈവത്തിന്റെ സുവിശേഷം നിങ്ങളോട് പ്രസംഗിപ്പാൻ ഞങ്ങളുടെ ദൈവത്തിൽ ധൈര്യപ്പെട്ടിരുന്നു. ഞങ്ങളുടെ പ്രബോധനം അബദ്ധത്തിൽ നിന്നോ അശുദ്ധിയിൽ നിന്നോ വ്യാജത്തോടെയോ വന്നതല്ല. ഞങ്ങളെ സുവിശേഷം ഫലമേൽപ്പിക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തിന് കൊള്ളാകുന്നവരായി തെളിഞ്ഞതുപോലെ ഞങ്ങൾ മനുഷ്യരല്ല, ഞങ്ങളുടെ ഹൃദയം ശോധന ചെയ്യുന്ന ദൈവത്തെ അത്ര പ്രസാദിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. നിങ്ങൾ അറിയും പോലെ ഞങ്ങൾ ഒരിക്കലും മുഖസ്തുതിയോ ദ്രവ്യാഗ്രഹത്തിന്റെ ഉപായമോ പ്രയോഗിച്ചിട്ടില്ല. ദൈവം സാക്ഷി, ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാർ എന്ന അവസ്ഥയ്ക്ക് ഘനത്തോടെ ഇരുപ്പാൻ കഴിവുണ്ടായിട്ടും ഞങ്ങൾ മനുഷ്യരോട്, നിങ്ങളോടാകട്ടെ മറ്റുള്ളവരോടാകട്ടെ, മാനം അന്വേഷിച്ചിട്ടില്ല. ഒരമ്മ തന്റെ കുഞ്ഞുങ്ങളെ പോറ്റും പോലെ ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ ആർദ്രതയുള്ളവരായിരുന്നു. ഇങ്ങനെ ഞങ്ങൾ നിങ്ങളെ ഓമനിച്ചുകൊണ്ട് നിങ്ങൾക്ക് ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിപ്പാൻ മാത്രമല്ല, നിങ്ങൾ ഞങ്ങൾക്ക് പ്രിയരാകിയാൽ ഞങ്ങളുടെ പ്രാണനെ കൂടെ വച്ചു തരുവാൻ ഒരുക്കമായിരിക്കുന്നു. സഹോദരന്മാരെ, ഞങ്ങളുടെ അധ്വാനവും പ്രയാസവും നിങ്ങൾ ഓർക്കുന്നുവല്ലോ. നിങ്ങളിൽ ആർക്കും ഭാരമായി തീരരുത് എന്ന് വെച്ച് ഞങ്ങൾ രാവും പകലും വേല ചെയ്തുകൊണ്ട് നിങ്ങളോട് ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. വിശ്വസിക്കുന്ന നിങ്ങളുടെ ഇടയിൽ ഞങ്ങൾ എത്ര പവിത്രമായും നീതിയായും അനന്യമായും നടന്നു എന്നതിന് നിങ്ങളും ദൈവവും സാക്ഷി. തെസ്സലോനിക്ക ലേഖനത്തിൽ പൗലോസ് ഓർപ്പിക്കുകയാണ്, തന്റെ സുവിശേഷ വേലയിൽ ഒത്തിരി ബുദ്ധിമുട്ടുകൾ തനിക്ക് നേരിട്ടിട്ടുണ്ട്, കഷ്ടങ്ങൾ നേരിട്ടിട്ടുണ്ട്. സുവിശേഷ വേല എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കരുത് എപ്പോഴും ഇങ്ങനെ ബിരിയാണിയും ഫുഡും ഒക്കെ കിട്ടി പോകുന്ന ഇടപാടാണെന്ന് ചിന്തിക്കരുത്. ഇപ്പോഴത്തെ നമ്മുടെ കാര്യങ്ങളിലൊക്കെ അങ്ങനെയാണ്. ഇപ്പോൾ ഒരു യോഗം ഉണ്ടെങ്കിൽ ആദ്യം എന്താ ഫുഡെന്ന് അറിയണം. അതൊക്കെ അറിഞ്ഞാലേ അതിൻ്റെതായ കാര്യങ്ങളുള്ളൂ. അതുകൊണ്ട് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സ്തോത്രം, സുവിശേഷ വേല കഷ്ടതയുടെ വേലയാണ്. സുവിശേഷ വേല പ്രയാസത്തിൻ്റെതാണ്. അത് ചിലപ്പോൾ കുറെ നാളുകൾ ചിലപ്പോൾ നന്മകളൊക്കെ നമ്മൾ കണ്ടെന്ന് വരും. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. എന്നാൽ ഏറിയ കഷ്ടങ്ങൾ തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഏറിയ കഷ്ടം തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അവിടെ പറയുകയാണ്, ഫിലിപ്പിയിൽ വെച്ച് കഷ്ടവും അപമാനവും അനുഭവിച്ചിട്ട് വലിയ പോരാട്ടത്തോടെ ദൈവത്തിന്റെ സുവിശേഷം വലിയ പ്രയാസത്തോടെയാണ് അവർ ദൈവത്തിന്റെ സുവിശേഷം അറിയിച്ചത്. ഹല്ലേലൂയ, സ്തോത്രം. ശ്രദ്ധിക്കണേ, ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ നമ്മുടെ വേലയെ കുറിച്ചും നമ്മളെ കുറിച്ചും ഒന്ന് ചിന്തിക്കണം. സ്തോത്രം. വലിയ വിഷമത്തോടെയാണ്, പോരാട്ടത്തോടെ ദൈവത്തിന്റെ സുവിശേഷം നിങ്ങളോട് പ്രസംഗിപ്പാൻ ഞങ്ങളുടെ ദൈവത്തിൽ ധൈര്യപ്പെട്ടിരിക്കുന്നു. ഞങ്ങളുടെ പ്രബോധനം അബദ്ധത്തിൽ നിന്നോ ഓർപ്പിക്കുകയാണ്, ഞങ്ങളുടെ പ്രബോധനം അബദ്ധത്തിൽ നിന്നല്ല ഉണ്ടായത്. ഞങ്ങളുടെ പ്രബോധനം അശുദ്ധിയിൽ നിന്നല്ല ഉണ്ടായത്. ഞങ്ങളുടെ പ്രബോധനം അബദ്ധത്തിൽ നിന്നല്ല വന്നത്. സ്തോത്രം, ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രബോധനം അബദ്ധത്തിൽ നിന്നോ അശുദ്ധിയിൽ നിന്നോ വ്യാജത്തോടെയോ വന്നതല്ല. ഞങ്ങളെ സുവിശേഷം ഫലമേൽപ്പിക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തിന് കൊള്ളാകുന്നവരായി തെളിഞ്ഞതുപോലെ. പ്രൈസ് ദി ലോർഡ്. സുവിശേഷം ഫലമേൽപ്പിക്കണമെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ കൊള്ളാവുന്നവരാണെന്ന് തെളിയണം. ഹല്ലേലൂയ. നമ്മുടെ സുവിശേഷം ഫലമേൽപ്പിക്കണമെങ്കിൽ കൊള്ളാവുന്നവരായിട്ട് തെളിയണം. നമ്മൾ ശ്രദ്ധിക്കണമേ. ഹല്ലേലൂയ. ഇപ്പോഴത്തെ അന്തരീക്ഷമൊക്കെ പ്രത്യേക അന്തരീക്ഷമാണ്. ഇപ്പോഴത്തെ കാര്യങ്ങളൊന്നും
90% ആൾ ദൈവിക വചനാടിസ്ഥാനത്തിലല്ല പോകുന്നത്. പലതും ഇപ്പൊ പേരിനും പ്രശസ്തിക്കും സ്ഥാനത്തിനും മാനത്തിനും വേണ്ടിയാണ്. ഇപ്പൊ നമ്മളൊരു ശുശ്രൂഷ ചെയ്യുമ്പോൾ എന്തോ ഒരു പ്രയാസമാണ് ഉണ്ടാകുന്നതെന്നറിയാമോ? നമ്മളൊരു പൊതുവായ ശുശ്രൂഷ, കല്യാണം, ചടങ്ങ്, അതുപോലുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മൾ വിളിക്കുന്ന ദൈവദാസന്മാർക്ക് അവരവരുടേതായ സ്ഥാനം അനുസരിച്ചുള്ള പദവി കൊടുക്കണം. അവരവരുടേതായ ആ അളവിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. ഇത് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. അവരവരുടെ സ്ഥാനത്തിന് ചില ആളുകൾ ചോദിക്കും, ഹല്ലേലൂയ, എനിക്ക് എന്താ പ്രോഗ്രാം വെച്ചേക്കുന്നത്? കുറെ നാൾ മുമ്പ് നമ്മുടെ ഒരു പ്രോഗ്രാമിന് അനേക ദൈവദാസന്മാരുണ്ട്. അപ്പൊ അവർക്ക് പ്രോഗ്രാമിന് എന്താ പ്രോഗ്രാം എന്ന് ചോദിച്ചു. പാസ്റ്റർ സങ്കീർത്തനം ഒന്ന് വായിക്കാവോ? പുള്ളി പറഞ്ഞു പറ്റത്തില്ല. നേരെ പറഞ്ഞു പറ്റത്തില്ല. കാരണം അവരുടെ പുള്ളി ഒരു സീനിയർ പാസ്റ്റർ, അപ്പൊ അദ്ദേഹത്തിന് അത് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ എന്ത് കാര്യം ചെയ്യില്ലേ? വരുന്ന ആളുകൾക്കെല്ലാം പ്രസംഗിക്കാൻ കൊടുക്കാൻ നടക്കുന്ന കാര്യമല്ല. വരുന്ന ആളുകൾ പലരും ഇവിടെ നമ്മുടെ ആളുകൾ വന്നു, എല്ലാവർക്കും കുഴപ്പമില്ലാത്ത രീതിയിൽ എല്ലാവരെയും ഉൾക്കൊള്ളിച്ച് നമ്മൾ ആ കാര്യം ചെയ്തു. പക്ഷേ ചിലയിടങ്ങളിൽ വ്യക്തികളുടെ സ്വാധീനം കൊണ്ട് ഓരോരുത്തർക്കും പ്രസംഗിക്കാൻ കൊടുക്കാൻ പറയും. അവസാനം കല്യാണമെല്ലാം അലമ്പാകും, സംഗതി തീറ്റും. അതവർക്ക് വിഷയമല്ല, തങ്ങൾക്ക് പ്രസംഗിക്കാൻ കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ അവർക്ക്. കാരണം അങ്ങനെ ഒരു അവസ്ഥയിലാണ്. സത്യത്തിൽ ഒരു കല്യാണത്തിന് പെണ്ണിന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രസംഗം, അല്ലെങ്കിൽ ചെറുക്കന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രസംഗം, രണ്ട് ഭാഗത്തു നിന്നും ഓരോ പ്രസംഗം മാത്രമേ ഉള്ളൂ. പിന്നെ അധ്യക്ഷന്മാർ എടുക്കുമ്പോൾ പൂർണ്ണമായിട്ട് ഒരു 5-10 മിനിറ്റ് എടുക്കും. അതല്ലാതെ വേറെ പെന്തക്കോസ്ത് സഭയിലെ ശുശ്രൂഷയ്ക്ക് അങ്ങനെ ഇല്ല കേട്ടോ. ഇനിയുള്ളവരാണെങ്കിലും മനസ്സിലാക്കണം, നമ്മുടെ ആളുകളെ എല്ലാം അക്കോമഡേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഈ സ്റ്റേജിൽ വരുമ്പോൾ അവരെ കൊണ്ട് വന്നിരിക്കുക, നമ്മളിത് എന്തെങ്കിലും അവസരങ്ങൾ കൊടുക്കുക എന്നുള്ളതല്ലാതെ ഇവിടെ ആരെയും പ്രസംഗിക്കണം എന്ന് പറഞ്ഞാൽ പ്രസംഗിപ്പിക്കത്തില്ല കേട്ടോ. കാരണം ശുശ്രൂഷ അലങ്കോലമാകും. ശുശ്രൂഷയുടെ കാര്യം ദൈവദാസന്മാരാണ് നടത്തുന്നത്. ഞാൻ ഭാവിക്ക് വേണ്ടി പറഞ്ഞ ഇവിടെ എല്ലാം ഭംഗിയായിട്ടാണ് നടന്നത്. നമ്മൾ വരുന്നവരെ മാനിക്കും, അവരെ ഉൾക്കൊള്ളും. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോഴത്തെ രീതിയിൽ എനിക്ക് എന്താ പ്രോഗ്രാം എന്ന് ആളുകൾ ചോദിക്കുന്നത്. ഹല്ലേലൂയ, അതാണോ? ഇവിടെ സുവിശേഷം പ്രസംഗിക്കുകയാണെങ്കിൽ ഓടിപ്പോയി പ്രസംഗിക്കണം. അല്ലാതെ 4 ആൾ കൂടുന്നിടത്തോട് ശുശ്രൂഷ അലങ്കോലമാക്കാൻ പെന്തക്കോസ്ത് കൂടത്തിലെ പാസ്റ്റർമാരുടെ കാര്യം ഞാൻ പറയുന്നത്. ഇപ്പൊ ഇങ്ങനെ ആ ഒരു രീതിയിലേക്കാണ് പോകുന്നത്. സ്തോത്രം. എനിക്ക് പ്രസംഗിക്കണം, എനിക്ക് എന്തെങ്കിലും പ്രധാന ശുശ്രൂഷ ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് ആശീർവദിച്ച് പ്രാർത്ഥിപ്പിക്കണം, എനിക്ക് ഘനമായത്. എത്രയോ പേരാ വേണ്ടെന്ന് പറയുന്നത്. ഒരു വാക്യം വായിക്കാൻ സ്ലിപ്പ് കൊടുത്താൽ വായിക്കാത്തവരുണ്ട്. എന്റെ പദവിക്ക് ചേരുന്നതല്ല എന്നാണ് അവരുടേതായ ചിന്ത. പ്രിയമുള്ളവരെ, സ്തോത്രം. അതുകൊണ്ട് ഞാനിത് പച്ചയായിട്ട് പറയുന്നത്, നമ്മളിത് മനസ്സിലാക്കി പോകണം. എല്ലായിടത്തും ചെല്ലുമ്പോൾ നമ്മളെ കാര്യങ്ങൾ മനസ്സിലാക്കണം. നമുക്ക് സ്റ്റേജ് കിട്ടണമെന്നൊരു ആഗ്രഹം നമുക്ക് ഉണ്ടാകരുത്. സ്റ്റേജുകളിലാണെങ്കിലും ചിലയിടത്ത് സ്റ്റേജ് ഇടുമ്പോൾ 3-4 കസേര കൂടുതൽ ഇടത്തില്ല, ഇടാൻ ഇവിടെ സൗകര്യമില്ല. പെണ്ണും ചെറുക്കനെയും പണ്ടൊരിടത്ത് സ്റ്റേജ് ഇട്ടപ്പോൾ ആളുകൾ പറഞ്ഞു, എന്നാ പാസ്റ്റർമാർ അവിടെ ഇരിക്കട്ടെ, ചെറുക്കനും പെണ്ണും പുറത്തിരിക്കട്ടെ എന്ന് പറഞ്ഞു. കാരണം ചെറുക്കനും പെണ്ണും ആ ഗസ്റ്റ്. പക്ഷെ ഇവിടെ നമ്മുടെ ആളുകളുടെ ഇടി കാരണം എന്തോ ചെയ്യുന്നത്, ചിലരിവിടെ സീറ്റ് ഇട്ട് കഴിഞ്ഞാലും പരിമിതിയായിട്ടിട്ടാലും ഓഡിയൻസിന്റെ അവിടെ നിന്ന് ഒരു ചേറും പൊക്കിക്കൊണ്ട് സ്റ്റേജിലോട്ട് വരുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ ശുശ്രൂഷ അലങ്കോലമാകുന്ന കാര്യങ്ങൾ. ഞാനിപ്പോ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ ചോദിച്ചാൽ, നമ്മളിത് ശ്രദ്ധിച്ചു പോയില്ലെങ്കിൽ നമ്മൾ അപമാനിക്കപ്പെടും. നമ്മൾ അപമാനിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. സ്തോത്രം. കർത്താവ് ഒരിക്കൽ പ്രസംഗിച്ചുകൊണ്ട് ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു, നിങ്ങളെ ആരെങ്കിലും വിളിച്ചാൽ പോയി ഒന്നാമത് എന്ത് ചെയ്യരുത്? ഇരിക്കരുത്. നിങ്ങൾ ഒടുക്കത്തെ സ്ഥലത്തിലെ പോയി ഇരിക്കാവുള്ളൂ. അപ്പോൾ വിരുന്നുവാഴി വരുമ്പോൾ നിങ്ങൾ ഒടുക്കത്തെ നിങ്ങളോട് കയറിയിരിക്കാൻ കർത്താവ് അത് പറഞ്ഞപ്പോൾ എന്തോരം ശ്രദ്ധിച്ചാ പറഞ്ഞത്. കർത്താവ് അത് പറഞ്ഞു, വിരുന്നുവാഴി വരുമ്പോൾ നിങ്ങൾക്ക് കയറിയിരിക്കുക എന്ന് പറയുമ്പോൾ അതൊരു അഭിമാനമാണെന്നാ പറഞ്ഞേ. പുസ്തകത്തിൽ യേശു കർത്താവ് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. ചിലയിടങ്ങളിൽ ഒരു കൺവെൻഷൻ കഴിഞ്ഞാൽ സമയം കൂടിപ്പോകും. എന്നാലും പ്രാർത്ഥിക്കാൻ സമയം കൊടുത്താൽ പ്രസംഗത്തിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് വീണ്ടും ഒന്ന് പറഞ്ഞ് ചെയ്യത്തുള്ളൂ. അപ്പോഴത്തേക്ക് ആളുകൾ എഴുന്നേറ്റ് പോകാൻ തുടങ്ങുമ്പോഴത്തേക്ക് അധ്യക്ഷൻ ഇവിടുന്ന് പറയും, എഴുന്നേറ്റ് പോകരുത്, ആശീർവാദം കഴിഞ്ഞേ പോകാവുള്ളൂ. ഹല്ലേലൂയ. ഇതല്ലായിരുന്നു പൗലോസിന്റെ ശുശ്രൂഷ. ഞാൻ പറഞ്ഞ ഇന്ന് കാണുന്ന ശുശ്രൂഷ എന്ന പൗലോസിന്റെ ശുശ്രൂഷ, അത് പറയാനാണ് ഞാൻ പറഞ്ഞത്. സ്തോത്രം, ഹല്ലേലൂയ.
അവര് വളരെ പോരാട്ടത്തോടെ എങ്ങനെയെങ്കിലും ദൈവവചനം അറിയിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ അങ്ങനെയാണ് വളരെ പോരാട്ടം കഴിച്ചു. എന്നിട്ട് പറയുകയാണ്, ഞങ്ങളെ സുവിശേഷം ഫലമേൽപ്പിക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തിന് കൊള്ളാവുന്നവരായി തെളിഞ്ഞതുപോലെ. നമ്മുടെ അച്ഛൻ പറഞ്ഞല്ലോ, നമ്മൾ പറഞ്ഞ കാര്യം ഭരണവാസിൻ്റെതായ ഗുണങ്ങൾ നമ്മളിലുണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ കൊള്ളാവുന്നവരായി തെളിഞ്ഞോ? കൊള്ളാവുന്നവരായി തെളിഞ്ഞില്ലെങ്കിൽ ന്യൂനതകൾ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കണം, വ്യക്തിപരമായി ചൂണ്ടിക്കാണിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ശ്രദ്ധിക്കണം, കൊള്ളാവുന്നവരായി തെളിഞ്ഞ പോലെ. അത് നാലാമത്തെ വാക്യം വളച്ച് ഞങ്ങളെ സുവിശേഷം ഫലമേൽപ്പിക്കേണ്ടതിന്. അപ്പൊ സുവിശേഷം ഫലമേൽപ്പിക്കണമെങ്കിൽ അവൻ കൊള്ളാവുന്നവനായിട്ട് എന്ത് ചെയ്യണം? തെളിയണം. വീട്ടിൽ അവന് ആദ്യം തെളിയണം, സഭയിൽ തെളിയണം, സ്തോത്രം, സമൂഹത്തിൽ സ്തോത്രം തെളിയണം. കൊള്ളാവുന്നവനാണെന്ന് തെളിയണം. വീട്ടിൽ ഭാര്യയും ഭർത്താവുമായിട്ട് വഴക്കുണ്ടാക്കുന്നവൻ സുവിശേഷം പ്രസംഗിക്കാൻ പോയാൽ എങ്ങനെ നോക്കുന്നത്? കൊള്ളാവുന്നവനായി തെളിയണം. സ്തോത്രം, ഹല്ലേലൂയ. കൊള്ളാവുന്നവനായി തെളിഞ്ഞതിന് ശേഷം എന്താണ്? ഞങ്ങൾ മനുഷ്യരെയല്ല ഞങ്ങളുടെ ഹൃദയത്തെ ശോധന ചെയ്യുന്ന ദൈവത്തെ അത്രേ പ്രസാദിപ്പിക്കുന്നത്. മനുഷ്യരെ അല്ല പ്രസാദിപ്പിക്കേണ്ടത്. ഞങ്ങളുടെ ഹൃദയത്തെ ശോധന ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. അതാണ് കർത്തൃമേശയോടുള്ള ബന്ധത്തിലും നമ്മൾ തന്നെ ശോധന ചെയ്താൽ മതി. വേറെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട. നമ്മുടെ ഹൃദയത്തെ ശോധന ചെയ്യുന്ന, വളരെ ശ്രദ്ധിക്കണം ശുശ്രൂഷകന്മാര്. നമ്മളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളെ ആരെങ്കിലും മുഖസ്തുതി പറഞ്ഞെന്നോർത്ത് നമ്മുടെ പേഴ്സ് നമ്മൾ തുറക്കേണ്ട കാര്യമില്ല. മുഖസ്തുതി പറഞ്ഞ അവിടെ പൗലോസ് വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുക, ഞങ്ങൾ എന്താന്ന് പറഞ്ഞേ? നിങ്ങൾ അറിയും പോലെ ഞങ്ങൾ ഒരിക്കലും മുഖസ്തുതിയോ ദ്രവ്യാഗ്രഹത്തിന്റെ ഉപായമോ എന്ത് ചെയ്തിട്ടില്ല, ഈ സുവിശേഷ അനുഭവത്തിൽ വന്നേച്ച് ദ്രവ്യാഗ്രഹത്തിന്റെ ഉപായം നമ്മൾ പ്രയോഗിക്കുകയാണെങ്കിൽ, സ്തോത്രം, ഹല്ലേലൂയ, അതുകൊണ്ടൊന്നും നമുക്ക് ഉണ്ണാൻ പറ്റത്തില്ല. പ്രിയമുള്ളവരെ, വളരെ ശ്രദ്ധിക്കണം. സുവിശേഷത്തിന്റെ പണം വ്യർത്ഥമായി ചെലവഴിച്ചാൽ, സുവിശേഷത്തിന്റെ പണം പ്രയോജനമില്ലാതെ ചെലവഴിച്ചാൽ, സ്തോത്രം, അതിനൊക്കെ ശിക്ഷാവിധിയുണ്ട്. ഹല്ലേലൂയ, അതിനൊക്കെ ശിക്ഷാവിധിയുണ്ട്. ഹല്ലേലൂയ. ഇപ്പൊ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും, ഇവിടെ എന്തിനായി പണിയുന്നത്? ഇവിടെ ദൈവത്തിന്റെ പദ്ധതിയിൽപ്പെട്ട യോഗങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു പരിപാടി ആയിരുന്നില്ല. ഇവിടെ ഇതിനെ പടക്ക പറഞ്ഞു, പാട്ട കൂട്ടി നമ്മളെ പേര് പിടിപ്പിക്കുക എന്ന് പറഞ്ഞതാ. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ ഒരു സ്ഥാപനം ഉണ്ടാകണം, സുവിശേഷം ഘോഷിക്കുന്ന ഒരു സ്ഥാപനം ഉണ്ടാകണം എന്നുള്ളത് ദൈവത്തിന്റെ പ്ലാൻ ആയതുകൊണ്ട് അതാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. വേറെ പ്രത്യേകിച്ച് ഒരു കാര്യമല്ല. ദൈവത്തിന്റെ പ്ലാനാണ്, ദൈവത്തിന്റെ പദ്ധതിയാണ്. അത് ദൈവാത്മാവ് എനിക്ക് അതിനുള്ള നിയോഗം തന്നിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാ ഞാനിനി റബ്ബർത്തോട്ടം മേടിക്കാനൊന്നും പോകത്തില്ല കേട്ടോ. സഭയായിട്ട് പറയുന്ന കാര്യമാണ്. ഇനി മോൻ അടുത്ത തോട്ടം മേടിച്ചാൽ ഞാൻ ഉത്തരവാദിയല്ല കേട്ടോ. ഞാൻ പോകത്തില്ല. എന്റെ പേരിൽ ഞാൻ ഇതിനു വേണ്ടിയൊന്നും പോകത്തില്ല. കാരണം എന്റെ ലക്ഷ്യം അതല്ല. ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യുക. സ്തോത്രം, ഹല്ലേലൂയ. അതിനുവേണ്ടി സ്തോത്രം. എന്താ പറഞ്ഞത്? നിങ്ങൾ അറിയും പോലെ മുഖസ്തുതിയോ ദ്രവ്യാഗ്രഹത്തിന്റെ ഉപായം ഉണ്ടെങ്കിൽ വിട്ടുകളയണം കേട്ടോ. നമ്മളിൽ അറിയാതെ ദ്രവ്യാഗ്രഹത്തിന്റെ ഉപായം പ്രവേശിക്കും. ദ്രവ്യാഗ്രഹത്തിന്റെ ഉപായം പ്രവേശിക്കും. സ്തോത്രം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള, പണ്ട് എന്റെ വീട്ടിൽ ചെറിയ ആളുകൾ വരുമായിരുന്നു. വന്നിട്ട് പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ, കർത്താവെ ഞാൻ 3 മാസം കഴിഞ്ഞിട്ടാണല്ലോ വരുന്നതെന്ന് പറയാ. കർത്താവിന് അറിയാൻ മേലാഞ്ഞിട്ടല്ല, ഞാൻ അറിയാൻ വേണ്ടിയാ. അപ്പൊ 3 മാസത്തെ കുടിശ്ശിക ഞാൻ അദ്ദേഹത്തിന് കൊടുക്കണമെന്നാണ് പുള്ളി ഉദ്ദേശിച്ചത്. അതാണ് ദ്രവ്യാഗ്രഹത്തിന്റെ ഉപായം. സ്തോത്രം. അപ്പൊ നമുക്കുള്ളിൽ ചിരി വരും. കർത്താവിന് അറിയത്തില്ലേ 3 മാസം കഴിഞ്ഞാ വന്ന. ഇപ്പൊ പാസ്റ്റർ അറിയണ ഈ 2 മാസമായിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നില്ല. സ്തോത്രം. നമ്മുടെ വീടുകളിലൂടെ കയറി ഇറങ്ങി നടക്കുന്ന ആളുകൾക്ക് പൈസ കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ. ദൈവം വിളിച്ച ഒരു ദൈവദാസനും വീട് കയറി നടന്നത് എണ്ണത്തില്ല. സ്തോത്രം. വളരെ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. നമ്മൾ ശ്രദ്ധിക്കണം. സുവിശേഷകർക്ക് പോകുന്ന കാര്യമോ നമ്മളെ പ്രാർത്ഥിക്കാൻ വിളിക്കുന്ന കാര്യമോ അല്ല ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇവിടെ അറിയത്തില്ല. നമ്മുടെയൊക്കെ വീടുകളിൽ തെക്കൻ ഭാഗത്ത് വീടുകൾ അടയ്ക്കുക. കയറി വരുമ്പോ തന്നെ എന്റെ ഭാര്യ വീട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കയറി അടക്കുമ്പോ തന്നെ അവരെ അടയ്ക്കുക. കാരണം സ്ഥിരം ആളുകള് സുവിശേഷത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് കയറി അങ്ങ് വന്നുകൊണ്ടിരിക്കുക ഓരോ കാര്യങ്ങള്. അത് കർത്താവിന് അപമാനമാണ്.
ദൈവനാമത്തിന് അപമാനമാണ്. യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ദൈവമക്കളെ അവരെ ചെയ്യുന്നത് കൊണ്ടാണ് അപമാനിക്കപ്പെടുന്നത്. അതുകൊണ്ട് നമ്മൾ അതിനകത്ത് നാണം കെട്ടേണ്ട കാര്യമൊന്നുമില്ല. ഞാനിപ്പോ പറയുന്ന ഒരു കാര്യമുണ്ട്. കർത്താവിന്റെ കൂടെ 12 പേരുണ്ടായിരുന്നു, ഒരുത്ത കള്ളനായിരുന്നു. അപ്പൊ ഈ വേഷം കെട്ടി നടക്കുന്ന ഈ കുറെ കള്ളന്മാരുണ്ട്, അത് ഞങ്ങൾ ഉത്തരവാദിയല്ലെന്ന് പറയുമ്പോ പിന്നെ നമ്മുടെ ദേഹത്ത് കൊള്ളുമോ? അപ്പൊ നമ്മുടെ ദേഹത്ത് ഒരു വിശ്വാസിയും പണത്തിന് വേണ്ടി ഒരു വീടുകളിൽ പോകത്തില്ല. ആ ഒരു ഉദ്ദേശത്തോടെ പോകത്തില്ല. പ്രാർത്ഥിക്കാൻ പോകുന്നതിനോ സുവിശേഷം പ്രസംഗിക്കാൻ പോകുന്നതിനോ അല്ല ഞാൻ പറയുന്നത്. പിന്നെ ആരെങ്കിലും സന്തോഷത്തോടെ ഉള്ളത് തന്നാൽ നമ്മൾ മേടിച്ചോണ്ട് പോരുക. പക്ഷെ നമ്മൾ അതിനകത്ത് ദ്രവ്യാഗ്രഹത്തിന്റെ ഉപായം പ്രയോഗിക്കരുത്. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് ആത്മീയ കോളത്തിൽ ഉണ്ടാകുന്ന ഒത്തിരി മൂല്യച്യുതിയുണ്ട്. ഹല്ലേലൂയ, നമ്മൾ വളരെ ശ്രദ്ധിക്കണമേ. ചിലയിടങ്ങളിൽ സ്ത്രീധനം കൊടുക്കുന്നതിന്റെ ദശാംശം തന്നെ പാസ്റ്റർമാര് ചോദിക്കുന്നുണ്ട്. ഇതൊന്നും ചോദിക്കാനോ മേയ്ക്കാനോ അർഹതയില്ല. ഒരുത്തനൊരു വസ്തു വിറ്റെന്നോർത്ത് അതിന്റെ ദശാംശം ചോദിക്കാൻ അർഹതയില്ല. അവരുടെ പിതാക്കന്മാരുടെ അവകാശം അവർ വിറ്റേച്ച് വേറെണ്ണം മേടിക്കാനാ. അപ്പോഴത്തേക്ക് അവൻ 1 കോടി രൂപയ്ക്ക് വിറ്റെന്നും പറഞ്ഞേച്ച് സ്ഥലം വിറ്റെന്നും പറഞ്ഞുകൊണ്ട് 10 ലക്ഷത്തിന് വേണ്ടി ഉപദേശി നടന്നിട്ട് വല്ല കാര്യമുണ്ടോ? അങ്ങനെ ഒരു ഇതുമില്ല. ഞാൻ പറയുന്നത് ആത്മീയ ഗോളം അധപ്പതിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. പൗലോസ്ലീഹ വ്യക്തമായി പറയുക, ഞാൻ ദ്രവ്യാഗ്രഹത്തിന്റെ ഉപായമോ പ്രയോഗിച്ചിട്ടില്ല. ദൈവം സാക്ഷി. അതെടുത്തു പറയുക. ആരാ സാക്ഷി? ദൈവം സാക്ഷി. ഒന്ന് സ്തോത്രം ചെയ്യാമോ? ദൈവം സാക്ഷിയായത്. നമ്മൾ ഏത് കാര്യം ചെയ്യുന്നതിനും ദൈവം സാക്ഷിയാണ്. എന്നെ പോലുള്ള പാസ്റ്റർമാർ അനേക ഉപായം പ്രയോഗിച്ച് ഒത്തിരി കാര്യങ്ങൾ നേടാറുണ്ട്. പക്ഷേ നേടിയതൊന്നും അവർക്ക് ഉപയോഗിക്കാൻ പറ്റാതെ വരികയാണ്. അടുത്ത തലമുറ വരുമ്പോഴത്തേക്ക് അവർ തല്ലി പൊളിച്ച് നശിപ്പിച്ച് കളയുക. എനിക്ക് ഒത്തിരി ആളുകളെ അറിയാം. തലമുറയൊന്നും ഒത്തിരി ദൈവത്തിന്റെ പേര് പറഞ്ഞുണ്ടാക്കി തലമുറയൊന്നും വിശ്വാസത്തിൽ നിൽക്കുന്നില്ല. മാന്യമായ തലമുറ സാക്ഷ്യം വഹിക്കുന്നില്ല. അവർ ദൈവനാമത്തിന് അപമാനമായിരിക്കുകയാണ്. ദൈവനാമത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ഇവിടെ പറയാ ദൈവം സാക്ഷി. അടുത്ത വേഗം വായിച്ചു അവസാനിപ്പിച്ചേ. ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാർ എന്ന അവസ്ഥയ്ക്ക് കനത്തോടെ ഇരിപ്പാൻ അപ്പോസ്തലന്മാരെന്ന് പറയുന്ന ഒരു കനത്തോടെ ഇരിപ്പാന് അപ്പോസ്തോലനാ, ഞാൻ വലിയ ദൈവദാസനാണ് എന്ന് പറഞ്ഞ് കനത്തോടെ ഇരിക്കാനൊക്കെ ഉള്ള കാര്യമുണ്ട്. അതും പൗലോസ് എന്ത് ചെയ്തില്ല, ഉപയോഗിച്ചു. ഒത്തിരി കനത്തോടെ ഇരിക്കുന്നവരെ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കേട്ടോ. കനത്തോടെ ഇരിക്കുക. അപ്പോസ്തലൻ എന്ന പുസ്തകത്തിൽ എഴുതിയിരിക്കുക പരിശുദ്ധാത്മാവ്. ഒത്തിരി കനത്തോടെ ഇരിപ്പാൻ കഴിവുണ്ടായിട്ടും ഞങ്ങൾ മനുഷ്യരോട്, നിങ്ങളോടാകട്ടെ മറ്റുള്ളവരോടാകട്ടെ മാനം അന്വേഷിച്ചില്ല. ആരോടും നമ്മൾ മാനം അന്വേഷിക്കേണ്ട. ദൈവം മാനിച്ചാലേ കാര്യമുള്ളൂ. ദൈവം മാനിക്കുമ്പോൾ അതൊരു മാന്യത തന്നെയായിരിക്കും. മനുഷ്യര് മാനിച്ചാൽ എന്താ? ഹല്ലേലൂയ. മനുഷ്യര് പിന്നെ നല്ല കാര്യങ്ങൾ നമ്മൾ പറയണോട്ടോ. ആളുകളെ കുറിച്ച് മോശം പറയണമെന്നല്ല ഞാൻ പറയുന്നത്. ബഹുമാനിക്കുന്ന കാര്യങ്ങൾ പറയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാനിപ്പോ പൊതുവായിട്ട് നമ്മുടെ സെന്ററിൽ പറഞ്ഞിട്ടുണ്ട്, ഒത്തിരി ദൈവദാസന്മാർ കൂടുന്ന ഒരു കാര്യമാണ്. അതിപ്പോ ഒരു മരണയടക്കത്തിന്റെ സമയത്ത് ബോഡി എടുക്കുന്നതിന് തൊട്ട് മുമ്പാണ് ശ്രേഷ്ഠ കനത്തോടെ ഇരിക്കുന്ന അപ്പോസ്തലന്മാർ വരത്തുള്ളൂ. അപ്പൊ പിന്നെ അവർക്ക് സമയം കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ശുശ്രൂഷ നടക്കത്തില്ല. അപ്പൊ മറ്റുള്ള സമുദായക്കാർ ദേഷ്യപ്പെടും. അവര് ദേഷ്യപ്പെടുന്നതാണോ? വിശ്വാസികൾ ദേഷ്യപ്പെടും. കാരണം 2:30 ബോഡി എടുക്കാന്ന് പറയുമ്പോൾ 2:15 കനത്തോടെയുള്ള അപ്പോസ്തലൻ വരുന്നത്. സ്തോത്രം. പിന്നെന്തോ ചെയ്യും? ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ എഴുതുന്ന അപ്പോസ്തലന്മാരെ ലീഡ് ചെയ്യുന്നവരോട് പറഞ്ഞിട്ടുണ്ട്, അവർക്കായി ഒന്ന് സ്തോത്രം ചെയ്തേക്കാൻ പറഞ്ഞാൽ ഇന്നടത്തോടെ കനത്തോടെ ഇരിക്കുന്ന ഒരു അപ്പോസ്തലൻ വന്നിട്ടുണ്ട്, സ്തോത്രം ചെയ്യാന്ന് പറയുക. അടുത്തത് മൈക്ക് കൈമാറുക. അല്ലെങ്കിൽ ദൈവത്തിന്റെ നാമം നമ്മുടെ ഇടയിൽ എന്ത് ചെയ്യും? ദുഷിക്കപ്പെടും. നമ്മള് ഒത്തിരി ദൈവത്തിന് വേണ്ടി ചെയ്തില്ലെങ്കിലും വേണ്ടിയല്ല, നമ്മുടെ നിമിത്തം ദൈവനാമം ദുഷിക്കപ്പെടാൻ എന്ത് ചെയ്യരുത്? ഇടയാകരുത്. താഴോട്ട് വേഗം വായിച്ചേ. ശുശ്രൂഷ എന്ന് പറയുന്ന ഈ ഒരു അനുഭവം കേട്ടോ. ഒരമ്മ തന്റെ കുഞ്ഞുങ്ങളെ പോറ്റും പോലെ. വളരെ വളരെ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഇടയിൽ നിന്നൊക്കെ നിങ്ങളത് പ്രതീക്ഷിക്കണം. ഇടയിലെന്നെ ചിലപ്പം അമ്മ പോറ്റുമ്പോ ഇടയ്ക്ക് അമ്മ വടിയെടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെയുണ്ട്. ഒരമ്മ എന്താ ചെയ്യുന്നത്? ഒരമ്മ തന്റെ കുഞ്ഞുങ്ങളെ പോറ്റുന്നത് പോലെ ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ ആർദ്രതയുള്ളവരായിരുന്നു. അമ്മ കുഞ്ഞുങ്ങളെ പോറ്റുന്നത് എല്ലാവർക്കും കൊടുക്കും. ഒരു ബ്രെഡ് കണ്ടിച്ചാൽ എത്ര മക്കളുണ്ടോ അത്രയും പേർക്കും കൊടുക്കും. ഒരു സാൻഡ്വിച്ച് കണ്ടിച്ചാൽ സ്തോത്രം ഹല്ലേലൂയ എത്ര പേർക്ക് കൊടുക്കും. എന്റെ ഭാര്യയ്ക്ക് ഒരു പ്രത്യേക കൃപയുണ്ട്. കഴിഞ്ഞ ദിവസം ആരോ ഇവിടെ ഒരു സാൻഡ്വിച്ച് ആരാണ്ട് കൊണ്ടുവന്നു. 1-2 കണ്ടിച്ചു. എന്നിട്ട് ചോദിക്കുന്ന കേട്ടു ഇനിയും കണ്ടിക്കണമെന്ന് വെച്ചാൽ ആളുകൾക്ക് കൊടുക്കാൻ. അമ്മയുടെ ഉത്തരവാദിത്തം എല്ലാരെയും തൃപ്തിപ്പെടുത്തണ്ടേ?
എല്ലാരെയും തൃപ്തിപ്പെടുത്തണം. സ്തോത്രം. ഒരമ്മ തന്റെ കുഞ്ഞുങ്ങളെ പോറ്റുന്നത് പോലെ ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ ആർദ്രതയുള്ളവരായിരുന്നു. ഞങ്ങൾ നിങ്ങളുടെ, ഇതാണ് ശുശ്രൂഷ, ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ ആർദ്രതയുള്ളവരായിരുന്നു. ഇങ്ങനെ ഞങ്ങൾ നിങ്ങളെ ഓമനിച്ചുകൊണ്ട് അവരുടെ ശുശ്രൂഷകൻ പറയാ, ഞങ്ങൾ നിങ്ങളെ ഓമനിച്ചുകൊണ്ട് നിങ്ങൾക്ക് ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിപ്പാൻ മാത്രമല്ല, നിങ്ങൾ ഞങ്ങൾക്ക് പ്രിയരാകിയാൽ ഞങ്ങളുടെ പ്രാണനും കൂടെ വച്ചു തരുവാൻ ഒരുക്കമായിരുന്നു. ഞങ്ങളുടെ പ്രാണനും കൂടെ വെച്ചു തരാൻ ഒരുക്കമായിരുന്നു. ഈ ഒരു ബന്ധമാണ് സഭയും ദൈവദാസനും ദൈവമക്കളും തമ്മിലുള്ള ബന്ധം. ദൈവമക്കൾക്കും അതേ ബന്ധം ഉണ്ടാകണം. ദൈവദാസന്മാരോട് ആ ഒരു ബന്ധം ഉണ്ടാകണം. ദൈവദാസന്മാർക്ക് മക്കളോട് ആ ഒരു ബന്ധം ഉണ്ടാകണം. പ്രാണനും കൂടെ വെച്ചു തരാൻ ഒരുക്കമുള്ള പൗലോസ്. ആ പൗലോസനാണ് പറയുന്നത്, സ്തോത്രം, ഹല്ലേലൂയ, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം എന്ത് ചെയ്തു, തികച്ചു. നമ്മുടെ ഓട്ടം ഒന്ന് തികയ്ക്കാൻ നമുക്കിടയാകണം കേട്ടോ. ദൈവം ആഗ്രഹിക്കുന്ന അളവിലൊരു ഓട്ടം, ദൈവം ആഗ്രഹിക്കുന്ന അളവില് ഒരു ഓട്ടം. ദൈവം നമ്മളെ കുറിച്ച് എന്തെല്ലാം കാര്യം ആഗ്രഹിക്കുന്നുണ്ടോ അത് നമ്മൾ പ്രവർത്തിക്കാൻ മതിയായവരാണ്. ഇല്ലെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ കുറ്റക്കാരാകും. സ്തോത്രം. ഞാൻ നല്ല പോരാട്ടം, നല്ല പോർ പൊരുതു, ഓട്ടം എന്ത് ചെയ്തു, തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു, വെച്ചിരിക്കുന്നു. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വയ്ക്കുന്ന ഏവർക്കും കൂടെ, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെക്കുന്ന ഏവർക്കും കൂടെ. ഇന്നലെ രാത്രി വെളിപ്പാട് ക്ലാസ് എടുത്തപ്പോൾ ഞാൻ ഓർപ്പിച്ചു, സ്തോത്രം, കർത്താവിനോടുകൂടെ കടന്നു വരുന്ന അന്ത്യക്രിസ്തുവിനെതിരെയുള്ള യുദ്ധത്തിന് കടന്നു വരുമ്പോൾ 1000 വിശുദ്ധന്മാരുമായിട്ടാണ് വരുന്നത്. ആ വിശുദ്ധ ഗണത്തിൽ പെടുന്നവരാ നമ്മള്. അതിനുവേണ്ടിയാണ് നമ്മൾ ഓടുന്നത്. നമ്മുടെ കർത്താവിന്റെ മടങ്ങി വരവിൽ, അവന്റെ മഹത്വ പ്രത്യക്ഷതയിൽ, രഹസ്യ വരവിൽ നാം എടുക്കപ്പെടും. മഹത്വ പ്രത്യക്ഷതയിൽ അവനോടൊപ്പം നമ്മൾ ഉണ്ടാകും. ഹല്ലേലൂയ, അവനോടൊപ്പം നമ്മൾ ഉണ്ടാകും. സ്തോത്രം. നമ്മൾ ആ കാര്യം അറിയണം. അതാ നമ്മുടെ പ്രത്യാശ. സ്തോത്രം. ആ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ വിശുദ്ധ ജീവിതം നയിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് പൗലോസ് പറയുന്ന പോലെ നമുക്ക് പ്രാരംഭത്തോടെ പറയാൻ കഴിയുമോ? ഞാൻ എൻ്റെ ദൈവത്തിന്റെ സന്നിധി നിഷ്കളങ്കനാണ്, ഞാൻ എൻ്റെ ദൈവത്തിന്റെ സന്നിധിയിൽ നീതിമാനാണ്, ഞാൻ ദൈവം ആഗ്രഹിക്കുന്ന അളവില് ആയിത്തീരാൻ ആഗ്രഹിക്കുന്നു എന്ന് നമ്മുടെ ജീവിതത്തിൽ പറയുവാൻ കഴിയുമോ? ഹല്ലേലൂയ. ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം.